ഇത് എൽ ജിയുടെ 6.5 കിലോ ഫുൾ ഓട്ടോമാറ്റിക് ടോപ്പ് ലോഡ് വാഷിംഗ് മെഷീനാണ്. 5 സ്റ്റാർ റേറ്റിംഗ് വരുന്ന ഇൻവെർട്ടർ മോട്ടോർ വാഷിംഗ് മെഷീനാണിത്. അതുകൊണ്ട് തന്നെ ഇതിന് കറണ്ട് കൺസംഷൻ കുറവായിരിക്കും. 8 വാഷ് പ്രോഗ്രാംസാണ് ഈ മെഷീനിലേക്ക് വരുന്നത്. നോർമൽ വാഷ്, ജെൻറ്റിൽ വാഷ്, ക്വിക്ക് വാഷ്, സ്ട്രോങ്, നോർമൽ പ്രീ വാഷ്, അക്വാ റിസർവ്, റിൻസ് പ്ലസ്, ടപ്പ് ക്ലീൻ, അങ്ങനെ 8 വാഷ് പ്രോഗ്രാംസാണ് വരുന്നത്. ഇതിലെ നോർമൽ വാഷ് നമ്മൾ ഡെയിലി എല്ലാ ഡ്രസ്സും കൂടി ഒരുമിച്ചിട്ട് അലക്കുമ്പോൾ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് നോർമൽ വാഷ് വരുന്നത്. അതുപോലെ വൂള് പോലത്തെ കനം കുറഞ്ഞ വസ്ത്രങ്ങൾ അലക്കുന്നതിന് ജെൻറ്റിൽ വാഷ് നമുക്ക് യൂസ് ചെയ്യാം. അധികം അഴുക്കില്ലാത്ത വസ്ത്രങ്ങൾ നമുക്ക് ക്വിക്ക് വാഷിൽ ചെയ്ത് കഴിഞ്ഞാൽ സമയം കുറവായിരിക്കും. കട്ടി കൂടിയ വസ്ത്രങ്ങൾ, ജീൻസ് പോലത്തെ വസ്ത്രങ്ങൾ നമുക്ക് സ്ട്രോങ്ങിലിട്ട് വാഷ് ചെയ്യാവുന്നതാണ്. അതുപോലെ പ്രീ വാഷ് കൊടുത്തിട്ടുണ്ട്. നമ്മൾ അലക്കുന്ന വസ്ത്രത്തിൻ്റെ കൂടെ വളരെ അഴുക്കുള്ള ഒരു വസ്ത്രം ഉണ്ടെങ്കിൽ നമ്മൾ പ്രീ വാഷ് കൊടുക്കുകയാണെങ്കിൽ ആദ്യം തന്നെ വെള്ളം ഡ്രൈൻ ഔട്ടായി പോയതിന് ശേഷമായിരിക്കും അടുത്ത വാഷിങ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിലുള്ള അഴുക്കുകളെല്ലാം അതിൻ്റെ കൂടെ പോയതിന് ശേഷം നമുക്ക് മറ്റുള്ള വസ്ത്രങ്ങളിലേക്ക് അഴുക്ക് പിടിക്കാതിരിക്കുകയും ചെയ്യും. റിൻസിന് ശേഷമുള്ള വെള്ളം സേവ് ചെയ്ത് വെക്കാൻ വേണ്ടി നമുക്ക് അക്വാ റിസർവ് യൂസ് ചെയ്യാൻ പറ്റും. റിൻസിൻ്റെ എണ്ണം കൂട്ടുന്നതിന് റിൻസ് പ്ലസ് യൂസ് ചെയ്യാനും സാധിക്കും. അതേപോലെ നമ്മുടെ മെഷീൻ്റെ ടബ് ഒന്ന് ക്ലീൻ ചെയ്യാനായിട്ട് നമുക്ക് ടബ് ക്ലീൻ പ്രോഗ്രാം ചെയ്യാം. അതിനായി ടബ് ക്ലീൻ പ്രോഗ്രാമിൽ ഏകദേശം 1 മണിക്കൂർ 1.5 മണിക്കൂറായിരിക്കും ടൈം വരുന്നത്. ഇതിന് എല്ലാം നമ്മളിപ്പോൾ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഏത് പ്രോഗ്രാമാണോ വേണ്ടത് അത് പ്രോഗ്രാം എന്ന ബട്ടണിൽ ഞെക്കുമ്പോൾ അവിടെ 1, 2 എന്നിങ്ങനെ കാണും. അപ്പോൾ അതിൽ ഏത് പ്രോഗ്രാമാണോ വേണ്ടത് അത് നമുക്ക് സെലക്ട് ചെയ്ത് എടുക്കാൻ പറ്റും. അതിനുശേഷം നമ്മൾ സ്റ്റാർട്ട് എന്ന ബട്ടൺ കൊടുത്തു കഴിഞ്ഞാൽ ആ പ്രോഗ്രാം റൺ ചെയ്തു. ഇതിന് തൊട്ടപ്പുറത്തായിട്ട് തന്നെ പ്രോസസ്സ് എന്ന ബട്ടൺ കാണുന്നുണ്ട്. അത് നമുക്ക് ഏത് പ്രോസസ്സാണോ, വാഷിംഗ് ആണോ, റിൻസ് ആണോ, സ്പിന്നാണോ, ഏതാണോ വേണ്ടത് അത് മാത്രമായിട്ട് അതിലെടുക്കാൻ പറ്റും. ചില ആളുകൾക്ക് വാഷ് മാത്രമായിരിക്കും ചെയ്യേണ്ടത്, അതല്ലെങ്കിൽ ചിലവർക്ക് ഉണക്കാൻ വേണ്ടി മാത്രമായിരിക്കും ഇത് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ നമുക്ക് വാഷിംഗ് മാത്രമാണെങ്കിൽ വാഷിംഗ് മാത്രമായിട്ട് എടുക്കാം, അല്ല സ്പിന്നിങ് മാത്രമാണെങ്കിൽ സ്പിന്നിങ് മാത്രമായിട്ട് എടുക്കാം. അപ്പോൾ ഏത് പ്രോഗ്രാമാണോ വേണ്ടത് അത് നമുക്ക് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് വാട്ടർ ലെവൽ മാനുവലി അഡ്ജസ്റ്റ് ചെയ്യാനും പറ്റും. ഫുൾ ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ ആയതുകൊണ്ട് തന്നെ നമ്മൾ ഇടുന്ന തുണിക്കനുസരിച്ചുള്ള വെള്ളം മെഷീൻ തന്നെ എടുത്ത് പ്രോഗ്രാം ചെയ്യുകയാണ് ചെയ്യാറ്. അപ്പോൾ മാനുവലി നമുക്ക് വേണമെങ്കിൽ വാട്ടർ ലെവൽ അഡ്ജസ്റ്റ് ചെയ്യാനും പറ്റും. ഇതിൻ്റെ ഉള്ളിൽ അതുപോലെ തന്നെ ലിൻഡ് ഫിൽറ്റർ എന്നൊരു ഫിൽറ്റർ വരുന്നുണ്ട്. നമ്മൾ വാഷ് ചെയ്യുന്നതിൽ നിന്ന് വരുന്ന വേസ്റ്റേജ് ഇതിൽ വന്ന് അടിയുന്നതും ഇത് നമുക്ക് പുറത്തെടുത്ത് ഇതുപോലെ ഒന്ന് ക്ലീൻ ചെയ്തതിന് ശേഷം അത് വയ്ക്കാവുന്നതാണ്. ഇതിന് പൗഡർ ഇടുന്നതിനായിട്ട് ഡിറ്റർജൻറ്റിൻ്റെ ഒരു ട്രേ വരുന്നുണ്ട്. നമുക്ക് അതിലിട്ട് കൊടുക്കുകയോ അല്ലെങ്കിൽ ഡയറക്റ്റ് മെഷീനിലേക്ക് ഇട്ട് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. ഈ മെഷീൻ്റെ പുറകിലായിട്ടാണ് ഇതിൻ്റെ വാട്ടറിൻ്റെ കണക്ഷൻ കൊടുത്തിരിക്കുന്നത്. ഇടയ്ക്ക് ഈ പൈപ്പ് അഴിച്ച് നമ്മളൊന്ന് ഫിൽറ്റർ ക്ലീൻ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ വാട്ടർ ഫ്ലോ കുറയാതിരിക്കും. അതിൽ വേസ്റ്റേജ് വന്ന് അടിയുന്നതാണ്. അപ്പോൾ അതും ഒന്ന് ഇടയ്ക്ക് ക്ലീൻ ചെയ്ത് കൊടുക്കുന്നത് നല്ലതായിരിക്കും. ഇനി ഞാൻ ഇതിൻ്റെ അകത്ത് സ്പിന്നിങ് മാത്രം എങ്ങനെ ചെയ്യുന്നതെന്ന് കാട്ടിത്തരാം. ഇപ്പോൾ എനിക്കിതിൽ സ്പിന്നിങ് മാത്രമാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ അതിലേക്ക് ആ പ്രോഗ്രാം സെലക്ട് ചെയ്തു. അപ്പോൾ അതിൽ 12 മിനിറ്റ് ടൈം കാണിക്കുന്നുണ്ട്. സ്പിന്നിങ് മാത്രമാണ് ഞാൻ ഡ്രസ്സുകളിട്ടു. അപ്പോൾ എൻ്റെ ഡ്രസ്സിനനുസരിച്ച് സെൻസ് ചെയ്തതിന് ശേഷം മെഷീൻ അതിന് 9 മിനിറ്റാണ് ടൈം തന്നിരിക്കുന്നത്. അപ്പോൾ എൻ്റെ സ്പിന്നിങ് സ്റ്റാർട്ട് ചെയ്തു. ആദ്യം തന്നെ മെഷീൻ ആ ഡ്രസ്സുകൾ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തതിന് ശേഷമായിരിക്കും സ്പിന്നിങ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഫുൾ ഓട്ടോമാറ്റിക് ടോപ്പ് ലോഡ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇതിൻ്റെ അകത്ത് അലക്കി ഉണക്കി വസ്ത്രങ്ങൾ തരും. ഈ മെഷീന് വരുന്ന വാറണ്ടി എന്ന് പറയുന്നത് 2 ഇയർ കംപ്ലീറ്റ്